Hi, hello once again, welcome back to our channel svlog. നമുക്കൊരു അടിപൊളി ക്രിസ്മസ് ഡെക്കർ ചെയ്തെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുള്ളിലായിട്ട് അതിനേലും കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ രീതിയിൽ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പറിൽ നിന്നായിട്ട് ഞാൻ കുറച്ച് ഇമേജൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്രിസ്മസ് ലൈറ്റൊക്കെ വാങ്ങിയപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമേലായിട്ട് കുഞ്ഞ് ക്രിസ്മസ് ട്രീയും പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാഗസിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് യെല്ലോ കളറിലെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ യെല്ലോ കളർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അതിൽ നിന്നായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിനുള്ളിലുള്ള സർക്കിളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇമേജസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മളൊന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുമേലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ വരയ്ക്കാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇമേജസ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴും സംഭവം കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ വരയ്ക്കാൻ അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പോണത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കോട്ടൺ ആണ് കേട്ടോ വേണ്ടത്. പിന്നെ നമ്മുടെ കാർഡ്ബോർഡ് പീസിൻ്റെ പുറമേ ഉള്ള ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ ആ ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാത്ത ഭാഗമില്ലേ, അവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു കോട്ടൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ആ ഒരു പഞ്ഞി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒട്ടിച്ച് കൊടുത്തില്ലേ, അതിനിടയിലായിട്ടുള്ള കുറച്ച് ഭാഗത്തുകൂടി ആ ഒരു പഞ്ഞി വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ റെഡ് കളർ ഫോം ഷീറ്റിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതുകൂടി നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ലെറ്റേഴ്സ് കൂടി ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിന് പുറകിലായിട്ട് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാങ്ങിങ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് ഡെക്കർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.